DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 21 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, രാജ്യത്തെ ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ ഏപ്രിൽ 1 മുതൽ ക്യാഷ് പേയ്മെൻറ്റ് ഒഴിവാക്കാൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഒരുങ്ങുന്നതായി റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ്. 2026 ഏപ്രിൽ 1 മുതൽ ഇത് നിലവിൽ വന്നേക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് ഫാസ്ടാഗ് വഴിയോ UPI വഴിയോ മാത്രമേ ടോൾ നൽകാൻ സാധിക്കൂ. നിലവിൽ 98% ടോൾ ശേഖരിക്കുന്നത് ഫാസ്ടാഗ് വഴിയാണ്. ബാക്കിയുള്ളവ UPIയോ ക്യാഷ് പേയ്മെൻറ്റോ ആയാണ് ലഭിക്കുന്നത്. ഇത് പൂർണ്ണമായും ഡിജിറ്റൽ പേയ്മെൻറ്റിലേക്ക് മാറ്റാനാണ് നീക്കം. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 1,16,000-ന് മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഒറ്റയടിക്ക് പവന് 1,400 രൂപയാണ് വർദ്ധിച്ചത്. 1,16,800 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. ഇന്നലെ രാവിലെ ഒറ്റയടിക്ക് 800 രൂപ കുറഞ്ഞെങ്കിലും ഉച്ചയോടെ 880 രൂപയാണ് തിരിച്ചു കയറിയത്. ഇന്ന് ഗ്രാമിന് ആനുപാതികമായി 175 രൂപയാണ് വർദ്ധിച്ചത്. 14,600 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും മുൻഗണനാ കാർഡ് അനുവദിക്കുമെന്നും ഓൺലൈനായി മുൻഗണനാ കാർഡിന് അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി 24 വരെ നീട്ടിയതായും ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിരിക്കുകയാണ്. ഇതുവരെ 50,300 അപേക്ഷകൾ ലഭ്യമായിട്ടുണ്ട്. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത അർഹരായ എല്ലാ കുടുംബങ്ങളും മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുന്നുവെന്നും അവർക്ക് അർഹമായ റേഷൻ വിഹിതം ഉറപ്പുവരുത്തുമെന്നും ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചു. അർഹതയുള്ള നീലവെള്ള കാർഡുകാർക്ക് ഫെബ്രുവരി 24-ാം തീയതി വരെ മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡിലേക്ക് മാറുവാനുള്ള അവസരമാണിപ്പോൾ ദീർഘിപ്പിച്ച് നൽകിയിരിക്കുന്നത്. അർഹരായ എല്ലാ നീലവെള്ള കാർഡുകാരും ഈ അവസരം വിനിയോഗിക്കുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി 25-ാം തീയതി മുതൽ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ പെൻഷൻ വിതരണ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഫോണുകളിലേക്ക് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ അറിയിപ്പും കഴിഞ്ഞ ദിവസം മുതൽ എത്തിയിട്ടുണ്ട്. അതായത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഫോൺ നമ്പറുകളിലേക്ക് UDF സർക്കാരിൻ്റെയും LDF സർക്കാരിൻ്റെയും പെൻഷൻ തുക താരതമ്യം ചെയ്ത് മുഖ്യമന്ത്രിയുടെ പേരിൽ സന്ദേശം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പെൻഷൻ വാങ്ങുന്ന ഓരോ ഗുണഭോക്താവിൻ്റെയും പേര് രേഖപ്പെടുത്തി അഭിസംബോധന ചെയ്താണ് മുഖ്യമന്ത്രിയുടെ സന്ദേശം ആരംഭിക്കുന്നത്. ഈ മാസം 25-ാം തീയതി മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്നും 2016-ൽ 600 രൂപ മാത്രമായിരുന്ന പെൻഷനാണ് ഇന്ന് കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുന്നതെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഈ കരുതൽ ഇനിയും തുടരുമെന്ന ഉറപ്പോടെയാണ് ഈ സന്ദേശം അവസാനിക്കുന്നത്. സംസ്ഥാനത്തെ ഭൂരിപക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ സന്ദേശം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം സന്ദേശങ്ങൾ എത്തുന്നത്. എന്തായാലും ഫെബ്രുവരി മാസത്തെ പെൻഷൻ 25-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ സന്ദേശവും എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ വിതരണ തീയതി പ്രഖ്യാപിച്ചിട്ടും 1-2 ദിവസങ്ങൾക്കൊക്കെ ശേഷമാണ് തുക എത്തിത്തുടങ്ങിയത്. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രിയുടെ സന്ദേശം കൂടി എത്തിയതോടെ ഫെബ്രുവരി 25-ാം തീയതി മുതൽ തന്നെ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.